ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വോട്ടർ ഐ ഡിയെ കുറിച്ചാണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും SIR ഫോമിൻ്റെ പിന്നാലെയായിരുന്നു. കുറേ ആളുകൾക്ക് SIR ഫോം കിട്ടി, കുറേ ആൾക്ക് SIR ഫോം കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയ ആളുകളൊക്കെ BLOയെ അത് ഫില്ലപ്പ് ചെയ്ത് തിരിച്ചേൽപ്പിച്ചു. എന്നാൽ BLO അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത SIR ഫോം BLO അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺലൈനായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അത് പല ആളുകൾക്കും അറിയില്ല. അത് നമ്മൾ ചെക്ക് ചെയ്താൽ മതിയാവും. കാരണം സബ്മിറ്റഡ് ആണോ, സക്സസ്ഫുൾ ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമുക്ക് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഓക്കെ, ഇനി SIR ഫോം കുറേ ആളുകൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടാത്ത ആളുകൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ കിട്ടാത്ത ആളുകൾക്ക് അവർ ചെയ്യേണ്ട ജോലി എന്താ വെച്ചാൽ, അതായത് പല ആളുകൾക്കും ID കാർഡ് ഉണ്ടായിട്ട് പോലും SIR ഫോം കിട്ടിയിട്ടില്ല. അത്തരം ആളുകൾ അവരെ ID കാർഡുമായി സെൻറ്ററിൽ വന്ന് അവരെ ID കാർഡിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതായത് അവരുടെ ID ആക്റ്റീവ് ആണോ, അത് കട്ടായി പോയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി അങ്ങനെ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പുതിയ ID കാർഡിന് അപേക്ഷിക്കണം. അതായത് ഇപ്പോൾ തീരെ ID കാർഡ് ഇല്ലാത്ത ഒരാൾ ചെയ്യുന്നത് പോലെ പുതിയ ID കാർഡിന് അപേക്ഷ കൊടുത്താൽ മാത്രമേ ഇനി അടുത്ത SIRൽ അവർ കയറി വരുള്ളൂ. ഓക്കെ, അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തീരെ ID കാർഡ് ഇല്ലാത്ത ആളുകൾക്കും ഇപ്പോൾ നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, എന്തൊക്കെയാണ് നമുക്ക് ID കാർഡിന് അപേക്ഷിക്കാൻ വേണ്ടത് ഞാൻ പറഞ്ഞു തരാം. വേണ്ട രേഖകളാണ് ഞാൻ പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. തീരെ ID കാർഡ് ഇല്ലാത്ത ഒരാൾ അപേക്ഷ കൊടുക്കുമ്പോൾ അതിന് വേണ്ട രേഖകളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അവരെ ആധാർ കാർഡ് തന്നെയാണ്. ആധാർ കാർഡും മൊബൈൽ നമ്പറും തീർച്ചയായിട്ടും ലിങ്ക് ആയിരിക്കണം. എങ്കിൽ മാത്രമേ വോട്ടർ IDക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ കാര്യം, അവരെ പേര് കറക്റ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ആധാറിൽ എന്താണോ പേര്, ആ പേര് മാത്രമേ വോട്ടർ IDയിൽ ഇനി വരുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ആധാറിൽ ചെറിയ പേര് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, മറ്റ് രേഖകളൊക്കെ ശരിയാണ്. ആധാറിൽ തെറ്റാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണി ആദ്യം ആധാർ കാർഡ് ശരിയാക്കുക എന്നുള്ളതാണ്. ആധാർ കാർഡ് ശരിയാക്കിയതിന് മാത്രം ID കാർഡിന് അപേക്ഷ കൊടുക്കുക. അല്ലെങ്കിൽ ആ ആധാർ കാർഡിൽ തെറ്റുള്ള ആ പേരായിരിക്കും നിങ്ങളെ ID കാർഡിൽ വരിക. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആധാറിൽ നിങ്ങളെ പേരിൻ്റെ കൂടെ ഡോട്ട് ഉണ്ടെങ്കിൽ അഥവാ കുത്തുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ID കാർഡ് ചെയ്യാൻ സാധിക്കില്ല. പല ആളുകൾക്കും അറിയില്ല. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ അബ്ദുൽ സലാം .VP എന്നുണ്ടെങ്കിൽ, അതായത് കുത്ത് വന്നിക്കണമെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ID കാർഡിന് അപേക്ഷ കൊടുക്കാൻ പറ്റൂല. ആ സൈറ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനകത്ത് എന്താ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആധാറിൽ ആദ്യം ആ പേരിലുള്ള കുത്ത് ഒഴിവാക്കുക. സെൻറ്ററിൽ വന്ന് ആ കുത്ത് ഒഴിവാക്കിയതിന് ശേഷം, അഥവാ ഡോട്ട് ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ ID കാർഡിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വേണ്ട രേഖകൾ, ഒന്ന് ആധാറാണ്. ആധാറിന് നിബന്ധനകൾ ഞാൻ പറഞ്ഞു തന്നു, ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു. രണ്ടാമത് വേണ്ടത് ഒരു ഫോട്ടോ ആണ്, പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ ആണ്. പിന്നെ മൂന്നാമത് വേണ്ടത് അവരെ ആധാറിലുള്ള അഡ്രസ്സ് എവിടെ നോക്കുക. അപ്പോൾ ചില ആളുകൾക്ക് പ്രശ്നം എന്താ വെച്ചാൽ, ആധാറിലെ അഡ്രസ്സ് കറക്റ്റ് ആവില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്ത് നമ്മൾ ഭാര്യമാരൊക്കെ ആണെങ്കിൽ അവർക്ക് ആധാറിലെ അഡ്രസ്സ് ഒരു പക്ഷേ അവരെ ഫാദറിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യണം, നമ്മളെ ഭർത്താവിൻ്റെ അഡ്രസ്സിലാണ് നമ്മൾ ID കാർഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആധാറിലെ അഡ്രസ്സ് മാറ്റുക, ഭർത്താവിൻ്റെ അഡ്രസ്സിക്ക് മാറ്റിയിട്ട് അപേക്ഷ കൊടുക്കുക. അല്ലാത്തവർ മാരേജ് സർട്ടിഫിക്കറ്റ് അഡീഷണൽ ആയിട്ട് കൊണ്ടുവരിക. അപ്പോൾ അഡ്രസ് പ്രൂഫായിട്ട് നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ അഡ്രസ്സിൽ കിട്ടും. പിന്നെ വേണ്ടത്, അവരെ ഇപ്പോൾ ഭാര്യക്കാണെങ്കിൽ ഭർത്താവിൻ്റെ ID കാർഡിൻ്റെ കോപ്പി കൊണ്ടുവരിക. പിന്നെ വേണ്ടത്, ആർക്കാണ് അപേക്ഷിക്കണോ ഓരോ ഫാദറിൻ്റെയോ മദറിൻ്റെയോ SIR ഫോമിൻ്റെ കോപ്പി കൊണ്ടുവരിക. അത് ഇതിൽ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊക്കെ മക്കൾക്കാണ് അപേക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫാദറിൻ്റെ ID കാർഡാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവർ SIRൻ്റെ ഫോമും കയ്യിൽ വെക്കുക. കാരണം അതിലെ പാർട്ട് നമ്പറും സീരിയൽ നമ്പറും ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ പുതിയ ID കാർഡിന് അപേക്ഷിക്കുമ്പോൾ അതിൽ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്, എൻട്രി ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് സബ്മിറ്റ് ആവുള്ളൂ. അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് നിലവിൽ ID കാർഡ് ഉണ്ട്, ആക്റ്റീവാണ്, കട്ടായിട്ടൊന്നുമില്ല, SIR ഫോം ഒക്കെ കിട്ടി. പക്ഷേ പഴയ ID കാർഡാണ്, കളർ അതായത് PVC കാർഡ് രൂപത്തിലുള്ള ID കാർഡല്ല, പഴയ മോഡൽ ID കാർഡാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉള്ള ID കാർഡ് ആണെങ്കിൽ, അഥവാ ലാമിനേറ്റഡ് മോഡലുള്ള ID കാർഡ് ആണെങ്കിൽ നമുക്കത് പുതുക്കാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ ID കാർഡൊന്നും പല സ്ഥലങ്ങളിലും ആക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പഴയ ID കാർഡ് പുതുക്കാൻ കൊടുക്കുക. അപ്പോൾ അതിനെന്താ വേണ്ടത് വെച്ചാൽ പഴയ ID കാർഡ് കൊണ്ടുവരിക, ആധാർ കൊണ്ടുവരിക. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്കും ബാധകമാണ്. എന്ത്, ആധാറിലെ പേര് ശ്രദ്ധിക്കുക, കറക്റ്റ് അല്ലേ നോക്കുക, കുത്തുണ്ടാവാൻ പാടില്ല, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ആണോ അതും ശ്രദ്ധിക്കുക. ഇതൊക്കെ നിബന്ധനകൾ പുതിയതുപോലെ തന്നെ നിബന്ധനയൊക്കെ ബാധകമാണ്.
പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവർ കളർ ഫോട്ടോ കൊണ്ടുവരിക. പിന്നെ അവർ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ID കാർഡ് പുതുക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും തെറ്റ് തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്താനും കൊടുക്കുക. അപ്പോൾ ID കാർഡ് അവർക്ക് വരുമ്പോൾ തെറ്റൊക്കെ തിരുത്തി പുതുക്കി ഫോട്ടോ ഒക്കെ മാറി പുതിയ ID കാർഡ് അവർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പം നിലവിൽ കുറേ ആളുകൾ ID കാർഡിന് അപേക്ഷ കൊടുത്തു, അവരൊക്കെ നിരന്തരം വിളിക്കുന്നുണ്ട് എന്നാണ് കിട്ടുക എന്നുണ്ടാവും. കറക്റ്റ് ഒരു ഡേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് ഇതൊക്കെ BLOമാരൊക്കെ അതിൻ്റെ പിന്നെ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ കൊടുത്ത ID കാർഡ് ഒക്കെ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പുതിയ ID കാർഡ് ബൈ പോസ്റ്റിൽ വരിക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഇനി ID കാർഡിന് പുതിയതിന് അപേക്ഷ കൊടുക്കാനോ അല്ലെങ്കിൽ പഴയ ID കാർഡ് പുതുക്കാനൊക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം ചെയ്യുക. എന്നാണത് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്